നമസ്കാരം, ഞാൻ ഡോക്ടർ അമിന ആർ. ജി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ ജൂനിയർ റെസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കിന്ന് ക്യാൻസറിൻ്റെ ചികിത്സാ രീതികളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഞാൻ ഡോക്ടർ ഗായത്രി, കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ജി ഹോസ്പിറ്റൽ. നമുക്ക് ആമിന പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് ക്യാൻസറുടെ വേരിയസ് ചികിത്സാ രീതികൾ എന്നുള്ള കാര്യമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മാം, എന്താണ് കീമോതെറാപ്പി? കീമോതെറാപ്പി വേദന ഉണ്ടാക്കുന്ന ചികിത്സാ രീതിയാണോ? ഇതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തെല്ലാമാണ്? എല്ലാ കീമോതെറാപ്പി എടുക്കുമ്പോഴും മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പലരും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. പലരും വിചാരിക്കുന്നത് അമിന ഈ ക്യാൻസർ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒത്തിരി വേദനയുള്ള മെഷീനെല്ലാം ഉപയോഗിച്ച് ചികിത്സിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണെന്നാണ് ഇപ്പോഴും ജനം മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ ക്യാൻസറിൻ്റെ ചികിത്സയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. ഇതൊന്നുമല്ല, ഈ ചില മരുന്നുകൾ, നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് നമ്മളെ ബാക്ടീരിയനെ, അണുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ എതിരെയുള്ള ചില മരുന്നുകൾ ഞരമ്പിലൂടെ കടത്തിവിടുന്ന ഒരു ചികിത്സാ രീതിയാണ് ക്യാൻസർ കീമോതെറാപ്പി എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്, ഞരമ്പിലൂടെ കൊടുക്കുന്നത്. അതല്ലാതെ ഗുളിക രൂപത്തിലുള്ള കീമോതെറാപ്പി ഉണ്ട്, മസിലിലോട്ട് കൊടുക്കുന്ന കീമോതെറാപ്പി ഉണ്ട്, അതല്ലാതെ തന്നെ നട്ടലിലൂടെ കൊടുക്കുന്ന ഇൻട്രാതീക്കൽ കീമോതെറാപ്പി മരുന്നുകളുമുണ്ട്. ഞരമ്പിലൂടെ കറക്റ്റായിട്ടുള്ള ഞരമ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് യാതൊരു വേദനയും ഉണ്ടാവുന്നതല്ല. ഇത് വേദന എപ്പോഴുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഞരമ്പിൽ നിന്ന് ഈ കീമോതെറാപ്പി പുറത്തുള്ള ടിഷ്യൂസിലേക്ക്, ചുറ്റുമറ്റുള്ള സ്കിന്നിലോട്ട് വല്ലതും പടരുകയാണെങ്കിലാണ് അത് വേദന ഉണ്ടാക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ കീമോതെറാപ്പി വേദനയുള്ള ഒരു പ്രൊസീജിയറേ അല്ല. ഇതിന് മെഷീനിൻ്റെ ആവശ്യവുമില്ല. സാധാരണ രീതിയിൽ ഒരു ഡ്രിപ്പ് പോലെ എടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി. പലതരത്തിലുള്ള കീമോതെറാപ്പി ഉണ്ടില്ലേ. ചില കീമോതെറാപ്പി നമ്മൾ ഡയറക്റ്റായിട്ട് വെയിനിലൂടെ കൊടുക്കുന്ന ഒരു 5 മിനിറ്റിനുള്ളിൽ കൊടുക്കുന്നതുണ്ട്. ചിലതെല്ലാം 7 ദിവസം വരെ കണ്ടിന്യൂസ് ആയി കൊടുക്കുന്ന കീമോതെറാപ്പി ഉണ്ട്. അപ്പം പല കീമോതെറാപ്പിയും നമുക്ക് പല രീതിയിലാണ് അതിൻ്റെ ആക്ഷൻ വരുന്നത്, അതിൻ്റെ ദൈർഘ്യം വരുന്നതെല്ലാം പല രീതിയിലാണ്. പിന്നെ അമിന ചോദിച്ചതുപോലെ തന്നെ എല്ലാ കീമോതെറാപ്പിയും മുടി കൊഴിച്ചിലുണ്ടാക്കില്ല. എന്നാൽ ചില കീമോതെറാപ്പി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്തനാർബുദത്തിന് ഉപയോഗിക്കുന്ന കീമോതെറാപ്പി, ബ്ലഡ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന കീമോതെറാപ്പി, ഇതെല്ലാം മുടി കൊഴിച്ചിലുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാധാരണ ഇപ്പം നമ്മുടെ അന്നനാളത്തിൽ വരുന്ന കീമോതെറാപ്പി, അതല്ലെങ്കിൽ ഈ കോളനിലൊക്കെ വൻകുടലിൽ വരുന്ന കീമോതെറാപ്പി, അങ്ങനെ ഉള്ള കീമോതെറാപ്പിക്കൊന്നും സാധാരണ രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാകുന്നില്ല. അപ്പം നമുക്ക് ജനറലൈസ് ചെയ്ത് എല്ലാ കീമോതെറാപ്പിയും മുടി കൊഴിച്ചിലുണ്ടാക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പിന്നെ കീമോതെറാപ്പിക്ക് ഓഫ് കോഴ്സ് പാർശ്വഫലങ്ങൾ ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഛർദി, അല്ലെങ്കിൽ വായ്ക്കകത്ത് തൊലി പോവുക, പ്രതിരോധ ശേഷി കുറയുക, കയ്യിലെയും കാലിലെയും തൊലി പോവുക, നഖത്തിന് വ്യത്യാസം വരിക, ഇൻഫെക്ഷൻസ് വരിക, ചില സമയങ്ങളിൽ ബ്ലഡ് അടയ്ക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള പല പാർശ്വഫലങ്ങളും കീമോതെറാപ്പിക്കുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ നൂതനമായ പല മരുന്നുകളുമുണ്ട്. ഈ മരുന്നുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ പാർശ്വഫലങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും. പണ്ടൊക്കെ ഒരുപാട് ഛർദിലുണ്ടാക്കുന്ന ചില കീമോതെറാപ്പി മരുന്നുകളുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതേ കീമോതെറാപ്പി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഛർദിലിനെതിരെയുള്ള മറ്റ് മരുന്നുകൾ ഉപയോഗിക്കുന്നത് കാരണം നല്ല രീതിയിൽ തന്നെയാണ് കീമോതെറാപ്പി ടോളറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ നമുക്കിപ്പം നല്ല രീതിയിൽ നമുക്ക് ടോളറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചികിത്സയാണ്. ആരും അതിനെ പേടിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. മാം, ഇമ്മ്യൂണോതെറാപ്പി ഒരു ചികിത്സാ രീതിയല്ലേ? എല്ലാ ക്യാൻസറിനും ഇമ്മ്യൂണോതെറാപ്പി ഉപയോഗിക്കാൻ പറ്റുമോ? പാർശ്വഫലങ്ങൾ ഇല്ലാത്തൊരു ചികിത്സയല്ലേ ഇത്? അതായത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിച്ച് അത്തരം കോശങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു ചികിത്സയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പി. ഇത് ക്യാൻസറിൻ്റെ ചികിത്സാ രീതിയാണ്. കീമോതെറാപ്പിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ചികിത്സാ രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടന്ന് നമ്മൾ കൂടുതൽ ക്യാൻസേഴ്സിന് ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജസിലാണ്, അതായത് 4ാമത്തെ സ്റ്റേജ്, ചുരുക്കം ക്യാൻസറിൽ 3ാമത്തെ സ്റ്റേജിലെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ചില ക്യാൻസേഴ്സിന് ഇമ്മ്യൂണോതെറാപ്പി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കീമോതെറാപ്പി വർക്ക് ചെയ്യുകയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിവറിൽ വരുന്ന ക്യാൻസർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലിവറിൽ തന്നെ ഉത്ഭവിച്ച ക്യാൻസർ. പല ക്യാൻസേഴ്സിനും ലിവറിലോട്ട് സ്പ്രെഡ് ആകാം. ആ ക്യാൻസർ അല്ല, ലിവറിൽ തന്നെ ഉത്ഭവിച്ച ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസർ, കിഡ്നിയിൽ നിന്ന് ഉത്ഭവിച്ച റീനൽ സെൽ കാർസിനോമ, അതുപോലെ തന്നെ സ്കിന്നിലുള്ള മെലനോമ, ഇങ്ങനെയുള്ള ക്യാൻസേഴ്സിനൊക്കെ
കൂടുതലും ഇമ്മ്യൂണോതെറാപ്പിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഓഫ് കോഴ്സ് കൂടുതൽ അഡ്വാൻസ്ഡ് സ്റ്റേജസിലാണ് നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പി ട്രൈ ചെയ്യുന്നത്. അവർക്ക് കീമോതെറാപ്പി, ഈ ലിവർ ക്യാൻസറിനും കിഡ്നി ക്യാൻസറിനും ഈ കീമോതെറാപ്പി വർക്കാവുകയില്ല. നിരവധി ക്യാൻസേഴ്സിനാണ് ഇപ്പം പറയാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സ്കിൻ ക്യാൻസറിന്, അന്നനാളത്തിലെ ക്യാൻസറിന്, ആമാശയത്തിലെ ക്യാൻസർ, വൻകുടൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, മൂത്രസംബന്ധമായ അവിടെയെല്ലാം വരുന്ന ക്യാൻസേഴ്സിന്, ഇതിനെല്ലാം തന്നെ ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പി നമുക്ക് ഇതൊന്നും ഇന്ത്യയിൽ അവൈലബിൾ അല്ലാന്നൊരു ധാരണയേ വേണ്ട. ഇതെല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പല ഏജൻസ് ഉണ്ട്. പെംബ്രോളിസുമാബ്, നിവോലുമാബ്, അറ്റസോളിസുമാബ്, ദുർവാലുമാബ് എന്ന് പറഞ്ഞ് നിരവധി മരുന്നുകളാണ് ഈ ഇമ്മ്യൂണോതെറാപ്പിയുടെ അടിയിൽ വരുന്നത്. ഓരോന്നിനും ഓരോ ചികിത്സാ രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കോസ്റ്റാണ് ഇപ്പോൾ ഒരു പ്രധാന കൺസേൺ ആയിട്ടുള്ളത്, കോസ്റ്റാണ്. പക്ഷേ നമുക്ക് പേഷ്യൻ്റ് സപ്പോർട്ട് പ്രോഗ്രാംസ് ഉണ്ട്. അതുവഴി ഒരുപാട് ആൾക്കാർ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇമ്മ്യൂണോതെറാപ്പിക്കും ഉണ്ട് പാർശ്വഫലം. അത് കീമോതെറാപ്പിയിൽ നിന്ന് വ്യത്യസ്തമായ പാർശ്വഫലങ്ങളാണുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ പാർശ്വഫലമാണ് ക്ഷീണം ഉണ്ടാകുന്നുണ്ട്. പിന്നെ തൊലിപ്പുറത്ത് വ്യത്യാസം ഉണ്ടാകും. നമ്മളിപ്പോൾ മമതാ മോഹൻദാസിന് വേണ്ടി തൊലിപ്പുറത്ത് വ്യത്യാസം ഉണ്ടായി നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, വയറിളക്കം സംഭവിക്കാം, അങ്ങനെ തൈറോയിഡിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. അങ്ങനെ നിരവധി പാർശ്വഫലങ്ങൾ ഇമ്മ്യൂണോതെറാപ്പിക്കും ഉണ്ട്. അത് കീമോതെറാപ്പിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പാർശ്വഫലങ്ങളെ ചികിത്സിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. ചിലപ്പോൾ അതിന് സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റ്സും ഒക്കെ വേണ്ടി വരാം. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, എന്നാലും നല്ലവണ്ണം ടോളറേറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ് ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും. പലപ്പോഴും കീമോതെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പിയും ഒരു ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായി വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാം, ബ്രസ്റ്റ് ക്യാൻസറിന് ഹോർമോൺ തെറാപ്പി കൊടുക്കാറുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഹോർമോൺ തെറാപ്പിയും ഈ പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ മറ്റൊരു ചികിത്സാ രീതിയാണ് ഹോർമോൺ തെറാപ്പി. അത് എല്ലാ ബ്രസ്റ്റ് ക്യാൻസറിനും കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയാം, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് നമ്മൾ പേര് വിളിച്ചാലും പല തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. ഹോർമോൺ പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, ഹോർമോൺ പോസിറ്റീവും HER2 പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ, ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ പല തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്. ഹോർമോൺ പോസിറ്റീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സിനാണ് നമ്മൾ യൂഷ്വലി ഹോർമോൺ തെറാപ്പി കൊടുക്കുന്നത്. ഹോർമോൺ തെറാപ്പി തന്നെ പല തരത്തിലുള്ള ഹോർമോൺ തെറാപ്പി ഉണ്ട്. മെനോപോസിന് മുന്നേ ഉള്ള സ്ത്രീകൾക്ക് ടെമോക്സിഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ തെറാപ്പി കൊടുക്കുന്നു. പിന്നെ മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചില അരോമറ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് മെനോപോസ് എത്തിയതിന് ശേഷം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മറ്റ് ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ഈ ഹോർമോണൽ ഏജൻസും അവൈലബിൾ ആണ്. അങ്ങനെ പല തരത്തിലുള്ള ഹോർമോണൽ ഏജൻസ് നമുക്കിപ്പോഴുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ്. 4ാമത്തെ സ്റ്റേജിൽ ഇത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4ാമത്തെ സ്റ്റേജിലുള്ള ക്യാൻസറിന് പോലും ഹോർമോൺ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും സാഹചര്യങ്ങളിലും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയാവും. അത് ശരിക്കും അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാ ക്യാൻസറിനും കീമോതെറാപ്പിയുടെ ആവശ്യം പോലും ഇല്ല. 4ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ പോലും ബ്രസ്റ്റ് ക്യാൻസറിൽ ഹോർമോൺ പോസിറ്റീവ് ആണെങ്കിൽ ഹോർമോൺ ചികിത്സ കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അത് ഒത്തിരി ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യും. പേഷ്യൻ്റ് സൈഡ് എഫക്റ്റുകളും കുറവായിരിക്കും. സാധാരണ പോലെ ജീവിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് പേഷ്യൻസ് അങ്ങനെ എടുക്കുന്നവരുമുണ്ട്. അങ്ങനെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് മാത്രമല്ല, നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അത് ബേസിക്കലി നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺസ് ആണ്. അതുകൊണ്ട് ഈ ആൻഡ്രോജനെ കുറയ്ക്കുന്ന ചികിത്സാ രീതി, ആൻഡ്രോജൻ ഡിപ്രൈവേഷൻ തെറാപ്പി എന്ന് പറയും. ഈ ട്രീറ്റ്മെൻറ്റാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ പല ഹോർമോണൽ ഏജൻസും ആഡ് ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ ഇതെല്ലാം ഈ ഹോർമോൺ തെറാപ്പിയിൽ വരുന്നതാണ്. അതുപോലെ ഓവേറിയൻ ക്യാൻസർ, അണ്ഡാശയ അർബുദത്തിന് വേണ്ടി ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതും നമ്മളിപ്പം എല്ലാ ടൈപ്പിനുമല്ല, ചില ടൈപ്പിന് ഹോർമോൺ പോസിറ്റീവ് ആയവർക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ CA എൻഡോമെട്രിയം, അതായത് നമ്മുടെ ഗർഭാശയത്തിൽ വരുന്ന ക്യാൻസറിനാണെങ്കിലും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നിരവധി ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനും നിരവധി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി ഗുളിക രൂപത്തിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ചില സാഹചര്യങ്ങളിലാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. വളരെ നന്നായിട്ട് ടോളറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇതിനുമുണ്ട് ചില പാർശ്വഫലങ്ങൾ. പ്രധാനമായിട്ടും
ഈ എല്ലിൻ്റെ ബലം കുറയാം ചില ഹോർമോൺ ടാബ്ലറ്റ്സിന്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുക്കും. ചില ടാബ്ലറ്റ്സ് എല്ലാം തന്നെ ഒരു മൂഡ് വേരിയേഷൻസ് പോലെ ഉണ്ടാകാം, വെയിറ്റ് ഗെയിൻ പോലെ ഉണ്ടാകാം, അങ്ങനെ ചില പാർശ്വഫലങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം നമുക്കൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പാർശ്വഫലങ്ങളെ മനസ്സിലാക്കാനും അതിൻ്റെ പ്രതിവിധി മാർഗങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ചികിത്സാ രീതികളാണ് ക്യാൻസറിൻ്റെ. മറ്റ് ക്യാൻസർ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? അതെ, ക്യാൻസറിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ, റേഡിയോതെറാപ്പി ഒരു പ്രധാന ചികിത്സാ രീതിയാണ്. റേഡിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് മെഷീൻ്റെ ആവശ്യമുള്ളത്. എല്ലാ ക്യാൻസറിനും റേഡിയോതെറാപ്പി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഇപ്പം ഗർഭാശയ മുഖ ക്യാൻസർ, സെർവിക്സിൽ വരുന്ന ക്യാൻസറിന് റേഡിയോതെറാപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ മറ്റ് അവയവങ്ങളിലോട്ട് സ്പ്രെഡ് ആയില്ല എന്നുണ്ടെങ്കിൽ, അതായത് പ്രോസ്റ്റേറ്റിൽ മാത്രം നിൽക്കുന്ന ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ റേഡിയോതെറാപ്പി വളരെ പ്രധാനപ്പെട്ട റോളാണ്. ബ്രസ്റ്റ് ക്യാൻസറിനാണെന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ സർജറിക്ക് ശേഷം പല അവസ്ഥകളിലും റേഡിയേഷൻ ചികിത്സ വേണ്ടി വരാറുണ്ട്. അങ്ങനെ നിരവധി ക്യാൻസേഴ്സിന് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ്. ഇപ്പോഴും ഈവൻ റേഡിയോതെറാപ്പിയിൽ പോലും ഒത്തിരി അഡ്വാൻസസ് ആണ് വരുന്നത്. ആ ടാർഗറ്റഡ് ആയിട്ട് ആ ഒരു ഓർഗന് മാത്രം നമുക്ക് റേഡിയേഷൻ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പല നൂതനമായ റേഡിയേഷൻ ടെക്നിക്സും ഉണ്ട്. മറ്റൊരു പ്രധാന ചികിത്സാ രീതിയാണ് ടാർഗറ്റഡ് തെറാപ്പി. അതായത് നമ്മളിപ്പം, ഞാനിപ്പോഴും പറയുന്നത്, നമ്മുടെ പല പല കോശങ്ങളും ഇപ്പോൾ പച്ച കളറിലുള്ള ബലൂണാണെന്ന് സങ്കല്പിക്കുക. ഈ പച്ച കളർ ബലൂണിൽ ഇപ്പോൾ ഒരു ചുമന്ന ബട്ടൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുമന്ന ബട്ടണുള്ള ഗ്രീൻ ബലൂൺസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ടാർഗറ്റഡ് തെറാപ്പി. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HER2 പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. അത് ഈ HER2 എന്നുള്ള പ്രോട്ടീനിനെ നശിപ്പിക്കാനായിട്ടുള്ള ടാർഗറ്റഡ് തെറാപ്പി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഓവേറിയൻ ക്യാൻസറിൻ്റെ ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. കോളൻ ക്യാൻസറിന്, വൻകുടൽ ക്യാൻസറിനുണ്ട്. നിരവധി ക്യാൻസേഴ്സിന് ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ചില ടെസ്റ്റുകൾ, ഇപ്പം നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷനെ മനസ്സിലാക്കാനുള്ള ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് മനസ്സിലാക്കി ഏത് മ്യൂട്ടേഷൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെതിരെയുള്ള ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇറ ഓഫ് പ്രിസിഷൻ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ. അതായത് എല്ലാവർക്കും ഒരു ചികിത്സയല്ല. എന്താണ് മ്യൂട്ടേഷൻ, ആ മ്യൂട്ടേഷന് എതിരെയുള്ള ചികിത്സയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അങ്ങനെ അത്രയും അഡ്വാൻസ്മെൻറ്റ്സ് ആണ് ഈ മെഡിക്കൽ ഓങ്കോളജി എന്നുള്ള ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി സർജറി. നമുക്ക് സർജിക്കൽ ഓങ്കോളജി വിഭാഗവും നമുക്കുണ്ട്. സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ്. അത് നമ്മൾ ഒരു ക്യാൻസറിനെ ഒരു പ്രത്യേക തരത്തിലാണ് ഈ സർജറി ചെയ്യേണ്ടത്. ഇപ്പോൾ ഓവേറിയൻ ക്യാൻസർ ആണെങ്കിൽ ഓവറി മാത്രമല്ല മാറ്റേണ്ടത്, അതിനൊരു പ്രൊസീജിയറുണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം സർജറി ചെയ്താൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഔട്ട്കം വരികയും ചെയ്യും. ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ഇപ്പോഴേ മാസ്റ്റക്ടമി എല്ലാം, അതായത് ഹോൾ ബ്രസ്റ്റ് മാറ്റുന്ന സർജറീസ് വളരെ ചുരുക്കമായിട്ടേ ചെയ്യാറുള്ളൂ. യൂഷ്വലി ബ്രസ്റ്റ് കൺസർവേഷൻ സർജറീസാണ് ചെയ്യുന്നത്. അതായത് ആ മാറിലെ മുഴ മാത്രം മാറ്റി ുള്ള ചികിത്സ. അങ്ങനെ ഇപ്പം നമുക്കൊരു അവയവത്തെ നഷ്ടമാകുന്നില്ല, ആ ചികിത്സാ രീതിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അഥവാ ബ്രസ്റ്റ് മൊത്തം മാറ്റേണ്ടി വന്നാൽ പോലും റീകൺസ്ട്രക്ഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, സർജറി, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്, ഇമ്മ്യൂണോതെറാപ്പി, ഇങ്ങനെ നിരവധി ടാർഗറ്റഡ് തെറാപ്പി, ഇങ്ങനെ നിരവധി ചികിത്സാ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓരോന്നിനും നമ്മളത് പല ക്യാൻസറിനും അതിനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് മാം ഈ ചികിത്സാ രീതികളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ അതിന് നമുക്കൊരു ഓങ്കോളജിസ്റ്റിൻ്റെ സഹായം വേണം. അത് ഏത് ക്യാൻസറാണ്, ഏത് സ്റ്റേജാണ്, ഏത് ടൈപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ടേ നമുക്കിത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു ഓങ്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് ആ ഓങ്കോളജിസ്റ്റ് നമ്മളെ ഗൈഡ് ചെയ്യും, പേഷ്യൻറ്റിനെ ഗൈഡ് ചെയ്യും എങ്ങനെയാണത് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊരു ലേഡി വരികയാണ്. ബ്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ, കക്ഷത്തും കുറച്ച് സ്പ്രെഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അത് നമ്മൾ ലോക്കലൈസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണല്ലോ കരുതുന്നത്. അപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേജിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂഷ്വലി ആദ്യം കീമോതെറാപ്പി കൊടുക്കുന്നു. കീമോതെറാപ്പി കൊടുത്ത് ആ മുഴയെ ചുരുക്കിയിട്ട് സർജറി ചെയ്യുന്നു. അതിനുശേഷം റേഡിയേഷൻ ചെയ്യുന്നു. ഹോർമോൺ പോസിറ്റീവ് ആണെങ്കിൽ അതിനുശേഷം ഹോർമോൺ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നു. അപ്പം നമുക്ക് കീമോതെറാപ്പിയായി, സർജറിയായി, റേഡിയേഷനായി, ഹോർമോൺ ട്രീറ്റ്മെൻറ്റായി, ഇങ്ങനെയുള്ള നിരവധി ചികിത്സാ രീതികളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം ഒന്നിനൊന്ന് എന്നുള്ളതല്ല,
പലതും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും എടുക്കേണ്ടി വരുന്നത്. താങ്ക് യു. അപ്പം നമുക്ക് ഇത്രയും ക്യാൻസർ ചികിത്സാ രീതികളുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. ഇപ്പോൾ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായിട്ടുള്ള ചികിത്സ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്.